കുറച്ച് കാലമായി കണ്ടിട്ട് നമ്മൾ ക്ലാസ് എവിടെ നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ദാറ്റ് ഈസ് ദ മെറ്റലർജി ഓഫ് അയൺ നമ്മൾ പറഞ്ഞത്. നമുക്ക് 4-5 മെറ്റൽസിന്റെ മെറ്റലർജി പഠിക്കാനുണ്ട്. നമ്മൾ ജനറൽ മെറ്റലർജി കണ്ടു കഴിഞ്ഞു, അയണിന്റെ മെറ്റലർജി കണ്ടു കഴിഞ്ഞു, അയൺ സ്റ്റീൽ ഉണ്ടാക്കുന്നതും അലോയ് സ്റ്റീൽസ് വരെ പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. Now we will go to the next metal, that is nickel. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നിക്കലിന്റെ മെറ്റലർജിയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ മനസ്സിലായിട്ട് ആദ്യം നിക്കൽ ഏത് രൂപത്തിലാണ് ഉണ്ടാവുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓർ എന്താണ്, അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ നിക്കൽ ഐസൊലേറ്റ് ചെയ്യുക, നിക്കൽ എങ്ങനെയാണ് പ്യൂരിഫൈ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് വാട്ട് ആർ ദി മെയിൻ ഓഴ്സ് ഓഫ് നിക്കൽ. നിക്കൽ ഒക്കേഴ്സ് ഇൻ നേച്ചർ. നേച്ചറിലുള്ളത് നമുക്കറിയാം, വിത്ത് ക്രസ്റ്റ് ഓഫ് ദി എർത്ത് അസോസിയേറ്റഡ് വിത്ത് യൂഷ്വലി ആർസെനിക്, സൾഫർ എക്സെട്ര. നിക്കലിന്റെ ആർസനൈഡ് സൾഫൈഡ് ഒക്കെ ആയിട്ടാണ് കൂടുതലും എക്സിസ്റ്റ് ചെയ്യുന്നത്. അസോസിയേറ്റഡ് വിത്ത് ആർസെനിക്, സൾഫർ എക്സെട്ര. മനസ്സിലായില്ലേ? അപ്പോഴേ എന്തൊക്കെയാണ് നിക്കലിന്റെ പ്രധാനപ്പെട്ട ഓഴ്സ്? ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ പ്രിൻസിപ്പൽ ഓർ ഓഫ് നിക്കൽ, ദാറ്റ് ഈസ് കോൾഡ് എന്താണ്? പെൻഡ്ലാൻഡൈറ്റ്. That is the main ore or principal ore of nickel, and that is actually a sulfide ore. ഇതൊരു സൾഫൈഡ് ഓർ ആണ്. പ്രധാനമായിട്ട് നിക്കൽ, അയൺ ആൻഡ് കോബാൾട്ട്, ഈ മൂന്നെണ്ണത്തിന്റെയും സൾഫൈഡ് ആണ്. ഫോമിൽ ഒന്ന് കൃത്യമായിട്ട് പറയുന്നത് ഓരോ നമുക്കറിയാം പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അത് മൊത്തത്തിൽ അതിൽ എന്തുണ്ടാവും? നിക്കൽ സൾഫൈഡ് ഉണ്ടാവും, അയൺ സൾഫൈഡ് ഉണ്ടാവും, കോബാൾട്ട്. നിങ്ങൾ എഴുതിയാൽ മതി. നിക്കലും അയണും പ്രധാനമായിട്ട്, മറ്റേ ഒക്കെ ഒരുപാടുണ്ടാവും. ഇതാണ് പ്രധാന കണ്ടന്റ് ആയത് ഇതിലുള്ള പെൻഡ്ലാൻഡൈറ്റ്. ഓക്കെ, എന്താ റോളീസ് പേരൊക്കെ ഓർത്തുന്ന ലേശം പ്രയാസമാണ്. ഗാർണിയറൈറ്റ്, GARNIERITE. ഗാർണിയറൈറ്റ് ഈസ് എ സിലിക്കേറ്റ് ഓർ ആണ്. ഇതില് നിക്കൽ, മെഗ്നീഷ്യം, ഇതിന്റെ രണ്ടിന്റെയും സിലിക്കേറ്റ് ഹൈഡ്രേറ്റഡ് ഫോമിൽ ഉണ്ടാവും. ഇതാണ് അതിന്റെ ഫോമില. സ്ഥിരം മതി. നിക്കലിന്റെ സിലിക്കേറ്റ്, മെഗ്നീഷ്യം സിലിക്കേറ്റ് അസോസിയേറ്റഡ് വിത്ത് വാട്ടർ മോളിക്യൂൾസ്. ഓക്കെ, ദാറ്റ് ഈസ് എ ഗാർണിയറൈറ്റ്. ഇനി വേറെ ഈ പേരൊക്കെ ഓർക്കാൻ ഞാൻ പറഞ്ഞ കുറച്ച് പ്രയാസമാണ്. ഇറ്റ് ഈസ് എ നിക്കൽ ആർസനൈഡ്. നിക്കലും ആർസനിക്, നിക്കൽ ആർസനൈഡ്, സൾഫൈഡ് പോലെ ആർസനൈഡ്, അല്ലെങ്കിൽ ഫോസ്ഫറസ് ആർസെനിക്. ആർസെനിക്, നിക്കൽ, നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്. അതിൽ ഫോസ്ഫൈഡ്, അതുപോലെ ആർസനൈഡ്. നിക്കൽ ആർസനൈഡ്, നിക്കൽ അസോസിയേറ്റഡ് ആർസെനിക്. അതിനെ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഇനിയുണ്ട് നിക്കൽ ഗ്ലാൻസ് എന്ന് പറയും. That is a mixture of a nickel, arsenic and sulfur. ES ചെറുതാണ്, ആർസെനിക്കിന്റെ എസ് ആണ്, ES വലുതാണ്, സൾഫറിന്റെ എസ് ആണ്. നിക്കൽ, ആർസെനിക്. ഇതിന് കൃത്യ ഫോമുല ബാലൻസ് വെച്ചിട്ട് കോപ്പർ സൾഫേറ്റ് CuSO പറയുന്നത് നമുക്ക് ഇതിന് എഴുതാൻ പറ്റില്ല. പറയുന്നത് ക്ലിയർ ആണ്? നിങ്ങൾക്ക് കൃത്യ ഫോമുല ഉണ്ടാവില്ല. അതിനെന്തൊക്കെ അടങ്ങിയത് മെയിനായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് നമുക്ക് ഓറാണ്. എനിവേ, ദീസ് ആർ ദി 4 ഓർസ് ഓഫ് നിക്കൽ. ദീസ് ആർ വേറെ ഇല്ലെന്നല്ല, നമ്മൾക്ക് 2-3 ഓറിന്റെ പേരങ്ങ് ഓർത്ത് വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് പെൻഡ്ലാൻഡൈറ്റ്, ദാറ്റ് ഈസ് എ സൾഫൈഡ് ഓർ കണ്ടെയ്നിങ് നിക്കൽ, അയൺ ആൻഡ് കോബാൾട്ട്. ഗാർണിയറൈറ്റ് ഈസ് എ സിലിക്കേറ്റ് ഓർ, കുഫർ നിക്കൽ ഈസ് എ ആർസനൈഡ് ഓർ, ആൻഡ് നിക്കൽ ഗ്ലാൻസ് ഈസ് എ സൾഫൈഡ് ഓർ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട സാധനം പെൻഡ്ലാൻഡൈറ്റ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? പെൻഡ്ലാൻഡൈറ്റിൽ നിന്ന് എങ്ങനെയാണ് നിക്കൽ എക്സ്ട്രാക്ട് ചെയ്യുന്നുള്ള നമ്മുടെ മെത്തേഡ്, നമ്മൾ പഠിക്കേണ്ട മെത്തേഡ്. മനസ്സിലായില്ലേ? ഹൗ നിക്കൽ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഇറ്റ്സ് പ്രിൻസിപ്പൽ ഓർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഓർ നമ്മൾ പറഞ്ഞതിൽ പ്രിൻസിപ്പൽ ഓർ, മെയിൻ ഓർ എന്ന് പറഞ്ഞത്. ഓക്കെ, the principal ore of nickel is penlandite, and that is a mixture of nickel sulfide, iron sulfide and cobalt sulfide, of course mixed with some other impurities. Okay, along with this you remember 1 or 2 names of other ores of nickel. ചിലപ്പോഴാണ് give the names of name and formula or name and composition of 2 ores of nickel എന്നൊക്കെ ചോദിച്ചപ്പോൾ 2 കൂടുതൽ ചോദിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ 2 എണ്ണമെങ്കിലും ഇത് പ്രധാനമായിട്ട് പെൻഡ്ലാൻഡൈറ്റ് ഏതൊക്കെ ഒരെണ്ണോ ഇതിൽ കുഫർ നിക്കലോ നിക്കൽ ഗ്ലാൻസോ ഏതൊക്കെ ഒന്ന് ഓർത്ത് വെക്കും. കൂടുതൽ ഓർത്ത് വെക്കുന്നതും കുഴപ്പമില്ല, മിനിമം 2 എണ്ണമെങ്കിലും ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, now our aim is how to extract nickel from
Penlandite. Penlandite is the principal ore of nickel. അപ്പോൾ നമ്മൾ നേരത്തെ അയണിന്റെ കേസ് പഠിച്ച പോലെ തന്നെ ഫസ്റ്റ് ഇറ്റ് ഈസ് മൈൻഡ് ഔട്ട്. അതിനെപ്പറ്റി പ്രത്യേക ആവശ്യമില്ല. കിട്ടി നമ്മൾ കയ്യിൽ ഇപ്പം എന്തുണ്ട്, ഈ പറഞ്ഞ പെൻലാൻഡൈറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ അഗൈൻ നിക്കൽ, കോപ്പർ ആൻഡ് അയൺ, all in the form of a sulfides. The first step is the in metallurgy of any metal, the first step is the purification or refining or beneficiation of the ore in a purification, and since it is a sulfide ore, it is purified by ella sulfide ore mikkavar purify ചെയ്യുന്ന മെത്തേഡ് ഏതാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും പറയില്ല. എന്താണ് froth flotation process. Froth flotation process ഓർമ്മയുണ്ടാവും. ഒന്നും പറയാൻ സമയമില്ല, പറയുന്നില്ല. Froth ഫസ്റ്റ് ഒരു സെന്റൻസ് പറയാം. എന്താണ്? യെസ്, the nickel or penlandite is purified by froth flotation process. ഓക്കെ, അപ്പോൾ ആദ്യ സ്റ്റെപ്പ് കഴിഞ്ഞു. ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ കൂടി നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡാണ്, അത് ഓർമ്മിക്കുക. അതിൽ കൂടി ഈ യൂറിനെ പ്യൂരിഫൈ ചെയ്ത് അതിലുള്ള പ്രധാനപ്പെട്ട കുറെ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് മാറ്റി. എന്നാൽ ഇമ്പ്യൂരിറ്റീസ് ബാക്കി ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല, അത് കിടന്നോട്ടെ. അപ്പോൾ പിന്നെ മാറി മാറി വരും. Anyway, it is purified or beneficiated or by the froth flotation or purification or dressing or beneficiation എന്നൊക്കെ വാക്ക് പറയും. എല്ലാം ഒന്ന് തന്നെയാണ്. ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ കുറേയൊക്കെ മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതിന് സൾഫൈഡ് ഓറിന് മിക്കവാറും അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? There is a froth flotation method, and by this method penlandite is purified. Now the purified or refined ore is a next step. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് purification by froth flotation. രണ്ടാമത്തെ സ്റ്റെപ്പ് is roasting. The purified ore is roasted in a tall furnace. Okay, roasting is roasting നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹീറ്റിംഗ് ഇൻ ദി പ്രസൻസ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എയർ, അല്ലെങ്കിൽ ഇൻ എക്സസ് ഓഫ് എയറിൽ നന്നായിട്ട് ഹീറ്റ് ചെയ്യാം. ഈ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു വലിയ ടോൾ ഫർണസിൽ ദിവസങ്ങളോടെ ചിലപ്പോൾ ആഴ്ചകളോടെ സിലബസിലുള്ള ബുക്ക് പറഞ്ഞ ചിലപ്പോൾ 8 to 10 weeks, അത്രയും കാലം, 1-2 മാസം അതിനിങ്ങനെ ചൂടാക്കും. ആരാ? 2 മാസം തന്നെ വളരെ കൂടിയ കാലമാണ്. അതിങ്ങനെ ഫർണസിൽ ചൂടായിക്കോളും. എന്താണ്? റോസ്റ്റിംഗ് നടത്താൻ. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്? പ്രധാനമായിട്ട് അതിലുള്ള എന്തൊക്കെയുള്ളത് നമുക്കറിയാം. നിക്കൽ സൾഫൈഡ്, കോപ്പർ സൾഫൈഡ്, അയൺ സൾഫൈഡ്. ഈ അയൺ സൾഫൈഡ് എന്തായി മാറും? 2FeS plus 3O2 giving 2FeO plus 2SO2. That is a majority or major portion of the iron sulfide present in penlandite is converted into iron oxide, and the other two sulfides, nickel sulfide and copper sulfide, remains as such. പ്രധാനമായിട്ട് അയൺ സൾഫൈഡ് ആയിട്ട് റിയാക്റ്റീവ് ആയിട്ട് വരുന്നത്. അതെന്ത് ചെയ്യും? അത് ഈ പറഞ്ഞ ഹീറ്റിംഗ് പ്രോസസ്സിൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു എന്താ പ്രോസസ്സ്? റോസ്റ്റിംഗ്. എക്സസ് ഓഫ് എയർ ഇങ്ങനെ ഹീറ്റ് ചെയ്യാം. എന്തായി മാറും? അയൺ ഓക്സൈഡ് ആയി മാറും. കോപ്പർ സൾഫൈഡിനോ നിക്കൽ സൾഫൈഡിനോ കാര്യമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ്സ് ദ തേർഡ് സ്റ്റെപ്പ്, ഈസ് സ്മെൽറ്റിംഗ്. സ്മെൽറ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ബ്ലാസ്റ്റ് ഫർണസ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അയണിന്റെ കേസ് പഠിച്ചിട്ടുണ്ട്, ബ്ലാസ്റ്റ് ഫർണസ്. സോ സ്മെൽറ്റിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ബ്ലാസ്റ്റ് ഫർണസ്. ദ റോസ്റ്റഡ് ഓർ, റോസ്റ്റഡ് ഓറിൽ ഇപ്പോൾ എന്തൊക്കെ പ്രധാനമായിട്ടുണ്ടാവോ? നിക്കൽ സൾഫൈഡ്, കോപ്പർ സൾഫൈഡ് ആൻഡ് അയൺ ഓക്സൈഡ്. ഓഫ് കോഴ്സ് എ ലിറ്റിൽ ക്വാണ്ടിറ്റി, ഫുൾ ആയിട്ട് അയൺ സൾഫൈഡ് പോകില്ല. പരമാവധി ഞാൻ നേരത്തെ മെജോറിറ്റി അല്ല മേജർ ക്വാണ്ടിറ്റി പോകും, കുറച്ചൊക്കെ സൾഫൈഡ് ഉണ്ടാവും. അതിൽ അയൺ സൾഫൈഡ് പരമാവധി എന്തായി മാറിയിട്ടുണ്ടാവും? അയൺ ഓക്സൈഡായി മാറിയിട്ടുണ്ടാവും. Now it is smelted in a blast furnace. Ariane, the roasted ore. Of course, the roasted ore is mixed with a quartz. Quartz is nothing but a silica, and a coke. Coke is nothing but a carbon. അപ്പോൾ ഈ റോസ്റ്റഡ് ഓർ എടുത്തിട്ട് എന്ത് ചെയ്യും? ക്വാർട്സും കോക്കും കൂടി മിക്സ് ചെയ്തിട്ട് അതിനെ ബ്ലാസ്റ്റ് ഫർണസിൽ ഇട്ടിട്ട് വീണ്ടും ഹീറ്റ് ചെയ്യും, സ്മെൽറ്റിംഗ്. And during this process, what happens? രണ്ടാമത്തെ ചേഞ്ച് നടക്കും. ഒന്നാമത്തെ കാര്യം, any unconverted or unreacted ferrous sulfide
ഇതിൽ എന്താണ് ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ പ്രത്യേകം നമുക്കറിയാം. ബ്ലാസ്റ്റ് ഫർണസിന്റെ അടിയിൽ കൂടി ഏറെ 2 years കേട്ടിട്ടുണ്ടാവും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയണിന്റെ കേസ് ബ്ലാസ്റ്റ് ഫർണസിൽ പറഞ്ഞിട്ടുണ്ട്. അടിയിൽ കൂടി ട്യൂബിൽ കൂടി ഹോട്ട് ബ്ലാസ്റ്റ് ഓഫ് എയർ ഈസ് പാസ്ഡ് ആൻഡ് ore is coming down and this will react. What happens is this ferrous any unreacted ferrous sulfide is converted into ഈ റിയാക്ഷൻ വീണ്ടും നടക്കും. ബാക്കിയുള്ളത് പരമാവധി നേരത്തെ നടന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള ഫെറസ് സൾഫൈഡ് എന്തായി മാറും? ഫെറസ് ഓക്സൈഡായി മാറും. പിന്നെ നേരത്തെ റോസ്റ്റിംഗ് സ്റ്റെപ്പിൽ ഈ ഫെറസ് സൾഫൈഡ് കുറച്ച് ഫെറസ് ഓക്സൈഡിന് പകരം ഫെറിക് ഓക്സൈഡ് ആയി മാറിയിട്ടുണ്ടാവും. ഫെറിക് ഓക്സൈഡിന്റെ ഫോമിൽ എന്താണ്? Fe2O3 ആണ്. ദാറ്റ് ഈസ് റെഡ്യൂസ്ഡ് ബൈ ദി കാർബൺ ഇൻടു ഫെറസ് ഓക്സൈഡ്. അപ്പോൾ അതിലുള്ള ഫെറസ് സൾഫൈഡ് ബാക്കിയുള്ള ഫെറസ് സൾഫൈഡ് ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പായ റോസ്റ്റിംഗിൽ എസ്കേപ്പ് ചെയ്യുന്ന ഫെറസ് സൾഫൈഡ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്മെൽറ്റിംഗിൽ എന്ത് സംഭവിക്കും? That is converted into ferrous oxide, and any ferric oxide formed during the roasting process is reduced into ferrous oxide by carbon, and all these ferrous oxide ഈ ferrous oxide ഈ ferrous oxide നേരത്തെ ഉണ്ടായിരുന്ന ferrous അപ്പോൾ അയൺ മിക്കവാറും എന്തായി മാറി? ferrous oxide ആയി മാറി. എല്ലാം കൂടി react with as silica FeSiO3 ferrous silica. ഇതെന്തായിരുന്നു? സ്ലാഗ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്ലാഗ് ആണ്. ദിസ് ഈസ് എ ഗ്യാൻ, ദിസ് ഈസ് എ ഫ്ലക്സ്, ദിസ് ഈസ് ദ സ്ലാഗ്. ഫെറസ് ഓക്സൈഡ് റിയാക്ട് വിത്ത് സിലിക്ക ഫോമിംഗ് ഫെറസ് സിലിക്കേറ്റ്. ഇപ്പൊ ഇൻ ദ ബോട്ടം ഓഫ് ദി ബ്ലാസ്റ്റ് ഫർണസ് എന്തൊക്കെ ഉണ്ടാവും? താഴേക്ക് വരുന്നത് ഇപ്പോൾ ഫെറസ് സൾഫൈഡ് ഓൾമോസ്റ്റ് തീർന്ന് അതെന്തായി മാറി? ഫെറസ് സിലിക്കേറ്റ് ആയി മാറി. ഒന്നാം സ്റ്റെപ്പിലും രണ്ടാം സ്റ്റെപ്പിലും ഉണ്ടായത് എല്ലാ ഫെറസ് ഓക്സൈഡും എന്തായി മാറി? ഫെറസ് സിലിക്കേറ്റ് ആയി മാറി. കോപ്പർ സൾഫൈഡ് നിക്കൽ സൾഫൈഡ് അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും, യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. സോ the material which is collected at the bottom will be a molten mixture of a copper sulfide, nickel sulfide, above which will be floating a layer of a slag. That is a ferrous silicate. Slag is lighter than the other material, so it will always float above it, so that it can easily be skimmed off. Iron complete. And the material that is left behind is called a material. മാറ്റി, MATTE, മാറ്റി. മാറ്റ് എന്നോ മെറ്റീരിയൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ വായിക്കാം. മാറ്റി എന്നാണ് പറയുന്നത്. മാറ്റി ആയ മാറ്റിയിൽ ഇപ്പം എന്താ ഉള്ളത്? പ്രധാനമായിട്ട് മാറ്റി കണ്ടെയ്ൻസ് മെയിൻലി നിക്കൽ സൾഫൈഡ്, കോപ്പർ സൾഫൈഡ് ആൻഡ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് എ അയൺ സൾഫൈഡ്. ഇപ്പോഴും ലേസർ സൾഫൈഡ് വളരെ കുറച്ച്. മാറ്റി പറഞ്ഞ മനസ്സിലായില്ലേ? ദ മാറ്റി കണ്ടെയ്ൻസ് അബൌട്ട് 55% ഓഫ് നിക്കൽ. Okay, and about 35% of copper. Copper ഒരുപാട് ഉണ്ടായി, മനസ്സിലായില്ലേ? And about less than 0.5% of iron. ഇതാണ് മാറ്റിന്റെ കോമ്പോസിറ്റ്. മാറ്റി എങ്ങനെ ഉണ്ടാവുന്നത്? ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. മാറ്റി എത്തിക്കഴിഞ്ഞാൽ മാറ്റിയിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ കോമ്പോസിഷൻ അടുത്ത സ്റ്റെപ്പിലെ കോമ്പോസിഷൻ പറയുന്നത്. The മാറ്റി contains mainly ഇതൊക്കെയാണ് nickel sulfide, copper sulfide and a small quantity of iron sulfide. Okay, now one step more in there, that is called the matte is heated in a material. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റെപ്പുകൾ ഒന്നുകൂടി റീകളക്ട് ചെയ്യാം. എന്തൊക്കെയാണ്? First step is the purification of the ore. Ore dressing. നമുക്കറിയാം ore dressing or ore purification by the froth flotation process. അല്ലേ? Second step is roasting in a tall furnace, and during roasting the reaction taking place is FeS plus O2 to FeS plus 3O2 giving 2FeO plus 2SO2. ഇതാണ് പ്രധാന റിയാക്ഷൻ നടക്കുന്നത് ഇവിടെ റോസ്റ്റിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പ് smelting. Smelting is carried out by mixing the roasted ore. Roasted ore is mixed with quartz and a coke.
ഇതുണ്ടാവുന്നത് yes. During roasting, any unreacted ferrous sulfide again is converted into FeO. ഇതേപോലെ ഇനി Fe2O3 that has escaped or that has been formed during roasting കുറച്ച് ഫെറിക് ഓക്സൈഡ് ഉണ്ടാവും. ഈ ഫെറിക് ഓക്സൈഡ് എന്തായി മാറും? അതും ഫെറസ് ഓക്സൈഡ് ആയി മാറും by reaction with a carbon. ആൻഡ് ഈ ഫെറസ് ഓക്സൈഡും ഈ ഫെറസ് ഓക്സൈഡ് ഇവിടെ ഉണ്ട്. ഫെറസ് ഓക്സൈഡ് ഇവിടെ ഫെറസ് ഓക്സൈഡ് ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എല്ലാ ഫെറസ് ഓക്സൈഡും കൂടി ചേർന്ന് എന്തായി മാറും? യെസ്, react with yes quartz. Quartz is silica and it is converted into FeSiO3, that is the slag. ഇതാണ് സ്മെൽറ്റിംഗിൽ നടക്കുന്ന ചേഞ്ചസ്. അടുത്തത് പേര് എന്താണ്? ബസിമറൈസേഷൻ. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും ബസിമർ കൺവേർട്ടർ. ബസിമർ കൺവേർട്ടർ ഒരു ഫർണസ് തന്നെയാണത്. ദാറ്റ് ഈസ് എ പിയർ ഷേപ്ഡ് ഫർണസ്. ബുക്കിൽ ചിത്രമൊക്കെ കാണും. ഈ ടൈപ്പിലുള്ള ഒരു ഫർണസ് ആണ്. ഇതിന്റെ താഴെ കൂടി എയർ പാസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. മനസ്സിലായില്ല? നമ്മൾ നേരത്തെ പറഞ്ഞ 2 years TUYERES ഇതിലൊരു കുഴല എയർ പാസ് ചെയ്യാനുള്ള ഹോട്ട് ബ്ലാസ്റ്റ് ഓഫ് എയർ ഈസ് പാസ്ഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓഫ് കോഴ്സ് റൊട്ടേറ്റഡ്. ഇത് ഒരു ഇങ്ങനെ നമ്മുടെ സിമെന്റ് മിക്സ് ചെയ്യുന്ന സാധനം കണ്ടില്ലെങ്കിൽ കോൺക്രീറ്റ് മിക്സർ പോലെ അതേ ഏകദേശം അതിന്റെ വലിയ രൂപമായിരിക്കും. റൊട്ടേറ്റ് ചെയ്ത് അതിന് കവത്തി ചെയ്യുന്ന സാധനം പുറത്തേക്ക് എടുക്കാനും അത് നേരെ വെച്ചാൽ അതിലേക്ക് ആഡ് ചെയ്യും. എൻ്റെ കുറച്ച് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ടാൽ പുറത്തേക്ക് വരും. ഫുള്ള് സിമെന്റും മണലും ഇതൊക്കെ കൂടി കൺവേർട്ടല്ല കോൺക്രീറ്റ് മിക്സർ ഇട്ടിട്ട് അത് അതേപോലെ തന്നെ വലിയൊരു രൂപമാണ്. ഹ്യൂജ് സ്ട്രക്ചർ. ദാറ്റ് ഇസ് കോൾഡ് എ ബസിമർ കൺവേർട്ടർ. അപ്പൊ നമ്മൾ ഇവിടെ സ്മെൽറ്റിംഗ് കഴിഞ്ഞ സാധനം കഴിഞ്ഞ് കിട്ടുന്ന സാധനത്തിന്റെ പേരെന്തായിരുന്നു? അത് കഴിഞ്ഞ് കിട്ടുന്ന സാധനത്തിന്റെ പേരാണ് മാറ്റ്. മാറ്റി is mixed with a little silica and heated in a Bessemer converter. Okay? അപ്പോൾ ഇത് സംഭവിക്കും ഈ ബെസിമർ കൺവേർട്ടറിൽ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനി അൺറിയാക്റ്റഡ് ഫെറസ് സൾഫൈഡ് ഇപ്പോഴും ഫെറസ് സൾഫൈഡ് ലേശം ബാക്കി ഉണ്ടാവും. യെസ്, ഈസ് കൺവേർട്ടഡ് ഇൻടു ferrous oxide and react with silica to form ferrosilicate and removed as slag. അപ്പോൾ ബാക്കി വരുന്ന കുറച്ച് ഫെറസ് സൾഫൈഡും അപ്പോൾ 3 സ്റ്റെപ്പ് എന്നാണ് ഫെറസ് സൾഫൈഡ് അവസാനം എന്തായി മാറുന്നത്? ഫെറസിലിക്കേറ്റ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെടുന്നത്. റോസ്റ്റിംഗ്, സ്മെൽറ്റിംഗ് ആൻഡ് ബസിമറൈസേഷൻ. ആൻഡ് ദ ബസിമറൈസ്ഡ് മാറ്റി എന്ന് പറയും. മാറ്റി ഇവിടെ കിട്ടി, അതിന് ബസിമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോൾഡ് ബസിമറൈസ്ഡ് മാറ്റി. contains about 55% nickel, about 35% copper and less than 0.5% iron. ഇതാണ് നമ്മുടെ ബസിമറൈസ്ഡ് മെറ്റീരിയലുള്ള മെറ്റലിന്റെ കോമ്പോസിഷൻ. നിക്കൽ സൾഫൈഡ് ആയിട്ടായിരിക്കും, ഇത് കോപ്പർ സൾഫൈഡ് ആയിട്ടായിരിക്കും, ഈ അയൺ സൾഫൈഡ് ആയിട്ടാണ്. ഓക്സൈഡ് അയൺ എന്താവും? സിലിക്കവും സൾഫൈഡ് ആയിട്ടാണ്. വളരെ കുറച്ച്, less than 0.5%, very small quantity. Large quantity of nickel, of course a considerable quantity of copper, that is also a precious metal that can be, yes, അത് റിമൂവ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ തൽക്കാലം നിക്കൽ എങ്ങനെ കിട്ടുന്ന ആവശ്യം നോക്കിയാൽ മതി. നമ്മൾ കോപ്പറിനെ പറ്റി പാലിക്കണം, ബിക്കോസ് വി ആർ ഡീലിംഗ് വിത്ത് ദ മെറ്റലർജി ഓഫ് കോപ്പർ. Of course metallurgy of nickel, copper is obtained as a byproduct. കയ്യിൽ നിന്ന് കിട്ടിയിട്ട് കോപ്പർ ഐസൊലേറ്റ് ചെയ്യുന്ന മെത്തേഡ് പറയണം. അത് കോപ്പറിനെ പറ്റി പഠിക്കുന്നത് നമുക്ക് അതിനെ മനസ്സിലാക്കി. ഇപ്പോൾ തൽക്കാലം നിക്കലിനെ പറ്റിയാണ്. സോ അത് ബസിമറൈസ്ഡ് മാറ്റിയിൽ നിന്ന് ഇനി നമുക്ക് വേണ്ടത് നിക്കൽ ഐസൊലേറ്റ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. There are 2 methods adopted. മുമ്പ് ഉപയോഗിച്ച ഒരു മെത്തേഡിന്റെ പേര് നമ്മൾ നേരത്തെ ആ പേര് പഠിച്ചിട്ടുണ്ട്, മോൾസ് പ്രോസസ്. നമ്മൾ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ ഈ വാക്ക് കേട്ടിട്ടുണ്ട്, മോൾസ് പ്രോസസ്. കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചുള്ള പ്രോസസ് ആണ്. അതേപോലത്തെ പ്രോസസ് ഉപയോഗിച്ച് നമുക്ക് ഇതിൽ നിന്ന് നിക്കലിനാം ഐസൊലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ്, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോളിറ്റിക് മെത്തേഡ്. ഈ 2 മെത്തേഡിലും മോൾസ് പ്രോസസ്സിലും ഇലക്ട്രോളിറ്റിക് പ്രോസസ്സിലും കൂടി നമുക്ക് എന്ത് ചെയ്യാം?
ബെസിമറൈസ്ഡ് മാറ്റി എല്ലാം ഒരേ പ്രോസസ്. അവിടെ നമ്മൾ രണ്ടായി തിരിയുന്നു, മനസ്സിലായില്ല? ഒന്ന് മോൺസ് പ്രോസസ്, മറ്റേത് ഇലക്ട്രോളിറ്റിക് പ്രോസസ്. പിന്നെ കുറച്ച് നേരം കൂടി ഒരു പോലെയാണ് പിന്നെ മാറുന്നത്. അപ്പൊ ഇത്ര നേരം വരെ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ പ്രോസസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ പറഞ്ഞ നമ്മുടെ ഓറിലുള്ള ഇതിനൊക്കെ മാറ്റി അയൺ മിക്കവാറും മാറ്റി കോപ്പർ നിക്കലും സൾഫൈഡായിട്ട് ഇപ്പോൾ വരും. ഇതിനൊന്നുകൂടി സ്ട്രോങ് ആയിട്ട് റോസ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ മെത്തേഡ് മോൺസ് പ്രോസസ് നോക്കാം. ഇത് ഒഴിവാക്കാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഡ്രസ്സിംഗ് ബൈ ക്രോസ് ഫ്ലോട്ടേഷൻ, then roasting carried out in a tall furnace in which majority or major quantity of iron sulfide is converted into iron oxide. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതെടുത്തിട്ട് എന്ത് ചെയ്യുക? സ്മെൽറ്റിംഗ് in a blast furnace mixed with as the roasted ore is mixed with quartz and coke and is heated smelted in a blast furnace. Then the remaining ferrous sulfide ഒരു ഭാഗം വീണ്ടും ferrous oxide ആവും. ഇവിടെ റോസ്റ്റിംഗിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് ഫെറിക് ഓക്സൈഡ്, ഈ ഫെറിക് ഓക്സൈഡിനെ ഫെറസ് ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫെറിക് ഓക്സൈഡ് കനോട്ട് റിയാക്ട് വിത്ത് സിലിക്ക, ഫെറസ് ഓക്സൈഡ് സിലിക്ക റിയാക്ട് ചെയ്യും. മനസ്സിലായി? അപ്പോൾ ഫെറിക്കിനെ ഫെറസ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? സിലിക്ക റിയാക്ട് ചെയ്യുന്നു. അതിനാണ് ഈ കോക്ക് ഉപയോഗിക്കുന്നത്. The role of coke is to reduce ferric oxide into ferrous oxide. And all the ferrous oxide formed during this process is converted into slag by reaction with quartz or silica. Quartz or silica ആണ്. അത് റിമൂവ് ചെയ്യപ്പെട്ടു. Then it is besimerized to remove the remaining iron as again ferrosilicate. അപ്പോൾ ഇതിൽ നിന്ന് റിയാക്ഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വെച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ മേലെ ഒരു ലെയർ ഉണ്ടാവും, വീണ്ടും ഫെറോസിലിക്കേറ്റ് ഉണ്ടാവും. അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? We obtain besimerized matte which contains mainly copper and nickel and a small quantity of iron, again all in the form of sulfide. Okay, that is a besimerized matte, somewhat pure. നേരെ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പ്യൂരിഫിക്കേഷൻ പ്രോസസ് നടന്നു കഴിഞ്ഞു. ആദ്യത്തെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നടന്നു. അതിനുശേഷം പറഞ്ഞ പ്രോസസ്സിലൂടെയൊക്കെ അയൺ കംപ്ലീറ്റ് റിമൂവ് ചെയ്യപ്പെട്ടു. അയണിന്റെ ക്വാണ്ടിറ്റി വളരെ വളരെ കുറഞ്ഞു വന്നു. അത്ര എളുപ്പമുള്ള പ്രോസസ് അല്ല. പല സ്റ്റെപ്പിലും കൂടി വന്നാൽ മാത്രമേ നമുക്ക് അവസാനം നിക്കൽ കിട്ടും. നിക്കൽ ഈസ് എ കോസ്റ്റ്ലി മെറ്റൽ. ഇനി നമുക്ക് എന്താ അടുത്ത സ്റ്റെപ്പ് നോക്കാം. പറഞ്ഞു the besimerized matte can be converted or usually is converted into nickel by two different processes. One is called the Morse process, other one is called the electrolytic process. First of all, the besimerized matte is again roasted. ഈ റോസ്റ്റിംഗ് നേരത്തെ റോസ്റ്റിംഗിനേക്കാളും ഹയർ ടെമ്പറേച്ചറിൽ നല്ല സ്ട്രോങ് ഹീറ്റിംഗ് നടത്തി കഴിയുമ്പോൾ we can see that the copper sulfide is converted into copper oxide, nickel sulfide is converted into nickel oxide. ഇതിലുള്ള പ്രധാനപ്പെട്ട സാധനം അതിലാണ്. അതിന് വളരെ കുറഞ്ഞ 0.5% ഉള്ളൂ. അത് ഓക്സൈഡായി പോകും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കോപ്പർ സൾഫൈഡ് ഈസ് കൺവേർട്ടഡ് ഇൻടു. അപ്പോൾ ഈ റോസ്റ്റിംഗിൽ ആദ്യത്തെ റോസ്റ്റിംഗ് കഴിഞ്ഞ് മാറ്റി വരെ ആക്കി അതിനെ ബെസിമറൈസ് ചെയ്ത് വീണ്ടും സ്ട്രോങ് ഹീറ്റിംഗ് നടത്തി അടുത്ത റോസ്റ്റിംഗ് നടത്തുമ്പോൾ ദ സൾഫൈഡ്സ് ആർ കൺവേർട്ടഡ് ഇൻടു കറസ്പോണ്ടിങ് ഓക്സൈഡ്സ്. ഓക്കെ, അപ്പോൾ സൾഫൈഡ് ഒക്കെ എന്തായി? ഓക്സൈഡ് ആയി. ഓഫ് കോഴ്സ് ദ റിമൈനിങ് ഫെറസ് സൾഫൈഡ് വിൽ ബി ഓൾസോ ബി കൺവേർട്ടഡ് ഇൻടു ഫെറസ് ഓക്സൈഡ്, ബട്ട് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഈസ് വെരി സ്മോൾ. അപ്പോൾ അത് ട്രേസ് പോലെയേ ഉള്ളൂ, 0.5%-നേക്കാളും കുറവേ ഉള്ളൂ. ഈ പ്രധാനമായിട്ട് അതിലുണ്ടായപ്പോൾ എന്താണ്? കൊപ്രിക് ഓക്സൈഡും നിക്കൽ ഓക്സൈഡും മറ്റേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഓക്കെ, നൗ ദിസ് ഈസ് ട്രീറ്റഡ് വിത്ത് എ dilute sulfuric acid. Dilute sulfuric acid heat event സംഭവിക്കും at about 80 degrees Celsius. So the besimerized matte after the second roasting, വീണ്ടും റോസ്റ്റ് സെക്കൻഡ് പറഞ്ഞാൽ it is roasted again to convert the sulfides into oxide, and it is heated with at about 80 degree with a dilute sulfuric acid when cupric oxide is converted into cupric sulfate. It is soluble in water that can be leached out. വാഷ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഈ dilute sulfuric acid എടുത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഡിസോൾവ് ചെയ്യും. ആര്? ഓൺലി cupric oxide and not a nickel oxide. ശ്രദ്ധിക്കുക, നിക്കൽ സൾഫൈഡും കോപ്പർ സൾഫൈഡും രണ്ടും കൂടി നമ്മുടെ റോസ്റ്റിംഗിൽ എന്തായി മാറി? ഓക്സൈഡ് ആയി മാറി. ആ മിക്സ്ചർ നേരത്തെ പറഞ്ഞ ഏകദേശം 55% നിക്കലും 35% കോപ്പറുള്ള ആ മിക്സ്ചർ ഈസ് ഷെയർഡ് വിത്ത് dilute sulfuric acid at 80 degrees Celsius when copric oxide dissolves in the form of cupric sulfate and can be removed. Dissolve ചെയ്തു, അത് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, നൗ ദിസ് ഈസ് ഡ്രൈ. ആ ബാക്കിയുള്ള റെസിഡ്യൂ അതിൽ പ്രധാനമായിട്ട് ഇപ്പം എന്താ ഉണ്ടാവുക? നിക്കൽ ഓക്സൈഡ് ഉണ്ടാവും. ഇതിനെന്ത് ചെയ്യും? ഇതിനെ റെഡ്യൂസ് ചെയ്യും യൂസിങ് വാട്ടർ ഗ്യാസ്. വാട്ട് യു മീൻ ബൈ വാട്ടർ ഗ്യാസ്?
Water gas is a mixture of a carbon monoxide and a hydrogen. Now, the remaining residue which contains mainly nickel oxide. But impurity supply and you know that is reduced using water gas at about 200 degrees Celsius. ഒരു ടവറിന്റെ മുകളിൽ കൂടി ഈ പറഞ്ഞ ഓറ്, അതായത് ഇവിടെ വരെ എത്തിയ സാധനം മേലേക്ക് വരുന്നു, താഴേക്ക് മേലേക്ക് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് ഇസ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ formed by the hot condition by the reaction between carbon, red hot carbon and steam. ഇങ്ങോട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടർ ഗ്യാസ് ഉണ്ടാകുന്നത് CO, C plus H2 giving CO plus H2. This is called a water gas. Water gas ആണ് reducing agent ഉപയോഗിക്കുന്നത്. And it reduces nickel oxide into nickel. Purity കുറവായിരിക്കും. Nickel oxide na nickel NiO plus CO giving temperature is 200 degrees Celsius. Ni plus CO. അപ്പോൾ രണ്ട് മൂന്ന് ടവേഴ്സ്. ഒന്നാമത്തെ ടവറിന്റെ പേര് റെഡ്യൂസിംഗ് ടവർ എന്നാണ്. റെഡ്യൂസിംഗ് ടവർ, the water is coming down and water gas is going up. Okay, and yes, the nickel oxide is converted into nickel. ഇപ്പോൾ പ്യൂർ അല്ല, ഇമ്പ്യൂരിറ്റി കുറേ അതിൻ്റെ കൂടെ ഉണ്ട്, നമ്മൾ പ്യൂർ നിക്കൽ കിട്ടണം. Then that is introduced to another tower which is called a, അതിന്റെ പേര് എന്തായിരുന്നു? റെഡ്യൂസിംഗ് ടവർ. രണ്ടാമത്തെ ടവറിന്റെ പേര് carbonylation tower. Carbonylation tower. Where again the ore is coming. Now ore alla ഒരുപാട് സ്റ്റെപ്പ് കഴിഞ്ഞ സാധനം മനസ്സിലായില്ലേ? ഇവിടെ വരെ അതായത് നമ്മുടെ റിഡക്ഷൻ കഴിഞ്ഞ് വരുന്ന അതിലിപ്പോൾ എന്തുണ്ടാവും? കൊപ്രിക് ഓക്സൈഡ്, ചിലപ്പോൾ കൊപ്രിക് ഓക്സൈഡ് കുറെ പോയി. ഈ പറഞ്ഞ നിക്കൽ ഓക്സൈഡ് എന്താ മാറിയിട്ടുണ്ട്? നിക്കൽ ആയിട്ടുണ്ട്. അതിന് ആ ടവറിന്റെ മേലെ താഴെ പോകുമ്പോൾ മേലേക്ക് കാർബൺ മോണോക്സൈഡ്, അവിടെ കാർബൺ മോണോക്സൈഡ് മാത്രം at low temperature of 50 ഡിഗ്രി സെൽഷ്യസ്, 50 ഡിഗ്രി സെൽഷ്യസ് ഇല്ല. അതാണ് ഈ പറഞ്ഞ റിഡക്ഷൻ ടവറിന്, റെഡ്യൂസിംഗ് ടവറിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ പറഞ്ഞ കാർബണൈലേഷൻ ടവർ ടെമ്പറേച്ചർ ഓൺലി 50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ദ റിയാക്ടന്റ് there is carbon monoxide, only carbon monoxide. വാട്ടർ ഗ്യാസ് അല്ല, കാർബൺ മോണോക്സൈഡ് മാത്രം. നേരത്തെ സ്റ്റെപ്പിൽ വാട്ടർ ഗ്യാസിൽ കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ ഉണ്ട്, രണ്ടും റെഡ്യൂസിംഗ് ഏജന്റ്. ശ്രദ്ധിക്കുക, both carbon monoxide and hydrogen are reducing agents. Carbon monoxide or hydrogen can reduce as nickel oxide into nickel. ഇവിടെ കാർബൺ മോണോക്സൈഡ് കാണിച്ചിട്ടുള്ളൂ, ഇവിടെ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാൻ. കാരണം എന്താണ്? ഹൈഡ്രജൻ ഓൾസോ റെഡ്യൂസിംഗ് ഏജന്റ്, ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ, 200 ഡിഗ്രി സെൽഷ്യസ്, so that both carbon monoxide and hydrogen can reduce nickel oxide into nickel, impure nickel. That impure nickel is coming from the top of the next tower, that is carbonylation tower, and from the bottom current of a carbon monoxide at 50 degrees Celsius is going up. This two will react to form volatile നിക്കൽ കാർബൺ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മോൾസ് പ്രോസസ് വേറെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. നിക്കൽ കാർബണിൽ നിന്നുള്ള ഒരു ലിക്വിഡ് വേപ്പറൈസ് ചെയ്യും. അതിനെ വേപ്പറൈസ് ചെയ്തിട്ട് അടുത്ത ടവർ, ഈ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്, അടുത്ത ടവർ, മൂന്നാം ടവറിന്റെ പേര് ഡീകോമ്പോസിഷൻ ടവർ എന്നാണ്. ഡീകോമ്പോസിഷൻ ടവർ. ഡീകോമ്പോസ് ചെയ്യുന്ന എന്താണ്? ഡീകോമ്പോസിഷൻ, ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. So this nickel carbonide is introduced into third tower, decomposition tower, at a temperature of 180 degrees Celsius, where this nickel carbonide breaks into nickel and carbon monoxide. ഈ കാർബൺ മോണോക്സൈഡ് നമുക്ക് വീണ്ടും ഉപയോഗിക്കും. നേരത്തെ മോൺഫോഴ്സ് പഠിച്ചിട്ടുണ്ട്. ഈ നിക്കൽ വളരെ പ്യൂർ ആയിരിക്കും. മോർ ദാൻ 98% പ്യൂർ ആണ് ഈ നിക്കൽ. ഇമ്പ്യൂരിറ്റി വളരെ 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 കുറഞ്ഞു വന്നു. 98% pure nickel can be obtained by this process. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ ബെസിമറൈസ്ഡ് മെറ്റൽ ഈസ് റോസ്റ്റഡ് again, treated with sulfuric acid to remove most of the copper and the remaining thing containing mainly nickel is first converted. ഇതിന്റെ വിജയം എവിടെയാന്ന് വെച്ചാൽ ഓൺലി നിക്കൽ ക്യാൻ റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ഫോമിംഗ് നിക്കൽ കാർബൺ. ഈ കണ്ടീഷനിൽ നിക്കൽ മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അതുമായിട്ട് കാർബൺ നോർമൽ പ്രഷറിലാണ്, ഹൈ പ്രഷറൊന്നും വേണ്ട. ഏകദേശം 200 ഡിഗ്രി സെൽഷ്യസിന് എന്ത് ചെയ്യും? 50 ഡിഗ്രി സെൽഷ്യസിന് കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് നിക്കൽ ഫോമിംഗ് നിക്കൽ കാർബണൈഡ് ആൻഡ് ദാറ്റ് ക്യാൻ ബി ഡീകമ്പോസ്ഡ് അറ്റ് 180 degree Celsius in the decomposition tower. And the residue that is left is mainly nickel, more than 98% nickel, containing small quantities of